അവിടെ കുറച്ചു ദിവസം ഞങ്ങളുടെ അടുത്ത് നിൽക്കുക. പിന്നെ ഒരു മാറ്റം വേണമെന്ന് തോന്നിയാ കേശവട്ടിന്റെ അടുത്തേക്ക് പോവാം. അമ്മയ്ക്ക് കുവൈറ്റിലേക്കും വരാം. പുതിയ സ്ഥലം, നാട്ടിൽ നിന്ന് കുറച്ച് വിട്ടു നിന്നാൽ തന്നെ മനസ്സിന് സുഖം തോന്നും. ഇപ്പൊ കൊച്ചിയിൽ നിന്ന് നേരിട്ട് ഫ്ലൈറ്റ് ഉണ്ടല്ലോ, യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പറമ്പും വീടും ഒക്കെ രാമൻകുട്ടി നോക്കിക്കോളും. നല്ല വില കിട്ടിയാ പിന്നെ കൊടുക്കുകയും ചെയ്യാം. ഇവിടെ ഇത്തിരി കൃഷി ചെയ്തിട്ട് എന്താ ഗുണം? എവിടെ നിൽക്കാനാ ഇഷ്ടന്ന് അമ്മയാണ് നിശ്ചയിക്കേണ്ടത്. ഞാൻ പറയാച്ചാ മാറി മാറി 3 സ്ഥലത്ത് നിൽക്കുക. ഇടയ്ക്കൊരു ചേഞ്ച് വന്നാ അമ്മയ്ക്ക് മടുപ്പ് തോന്നില്ല, അല്ലേ അമ്മേ? ഞാൻ എവിടേക്കും ഇല്ല കുട്ടികളെ. അമ്മ ഇവിടെ ഒറ്റയ്ക്കിങ്ങനെ? ഞാൻ ഒറ്റയ്ക്കല്ല, അച്ഛൻ എപ്പോഴും ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും. യാതൊരു ബുദ്ധിമുട്ടും വരില്ല കുട്ടികളെ. ഞങ്ങൾ പോവാ. 2 ആഴ്ച കഴിഞ്ഞാൽ ഒന്ന് വരും. ബന്ധുവീടുകളിലൊക്കെ കയറി കഴിഞ്ഞില്ല. ബുദ്ധിമുട്ടാതെ പോയി വല്യച്ഛൻ, എന്റെ ആഗ്രഹം പോലെ തന്നെ. അമ്മയോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാര്യം നോക്കാൻ. എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹം ഭർത്താവ് ഇരിക്കുമ്പോ തന്നെ മരിച്ചു പോണേന്നാണ്. മംഗലത്തോടെ മരിക്കുക. എന്റെ അമ്മയൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അതറിയോ മാലതിക്ക്? എന്റെ പ്രാർത്ഥന മറിച്ചായിരുന്നു. ഞാനുള്ളപ്പോൾ തന്നെ കഷ്ടപ്പെടാതെ വല്യച്ഛൻ പോണേന്ന്. അതീശ്വരൻ കേട്ടു. കുട്ടിക്കത് മനസ്സിലാവില്ല. രാത്രി പാതിരയ്ക്കാവും വയറ്റിക്കാളല്. അപ്പൊ മോര് വേണം. രാസ്നാദി പൊടി ഇട്ടില്ലെങ്കിൽ കുളിച്ചാ നീരിളക്കം. തണുപ്പ് വിട്ട വെള്ളത്തിലേ കുളിക്കാവൂ. ആഹാരം ചിലതൊക്കെ വയറ്റിന് തീരെ പിടിക്കില്ല. ഞാനില്ലാത്തപ്പോ ഇതൊക്കെ ആരാ അറിഞ്ഞു ചെയ്യാ? ശീലങ്ങളൊക്കെ എനിക്കറിയണ മാതിരി വേറെ ആർക്കെങ്കിലും നിശ്ചയം ഉണ്ടാവോ? ഒട്ടും കഷ്ടപ്പെടാതെ പോയത് ഭാഗ്യം. മാലതി പൊക്കോടൂ. നേരത്തെ മരിച്ചത് ഭാഗ്യന്നല്ലേ വല്യമ്മ പറഞ്ഞ? പിന്നെന്തിനാ വല്യമ്മ കരയണം? അത് നിനക്ക് മനസ്സിലാവില്ല കണ്ണ.